ഇപ്പോൾ മൃതദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കണ്ടനാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിക്ക്, ശ്രീനിയെന്നും ശ്രീനിയേട്ടനെന്നും ശ്രീനിവാസനെന്നും ശ്രീനി സാറെന്നും ഒക്കെ മലയാളി വിളിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മകൻ വിനീത് ശ്രീനിവാസൻ എത്തി. ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ടനാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ശ്യാമുണ്ട്. ശ്യാം, പറഞ്ഞോളൂ. അഭിലാഷേ, ഇപ്പോൾ മൃതദേഹം ഈ തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ കണ്ടനാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ആംബുലൻസിലേക്ക് കയറ്റി. ഇവിടെ വലിയ രീതിയിൽ ജനം തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം അത്രയേറെ പ്രിയപ്പെട്ട നടനാണ് ആളുകൾക്ക് ശ്രീനിവാസൻ. സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ശ്രീനിവാസൻ്റെ സിനിമ കാണാത്ത ആരും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു വലിയ ജനപ്രവാഹം തന്നെയാണ്. ഇവിടെ പൊതുദർശനം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആളുകൾ എത്തിയത്. പക്ഷേ ഇവിടെ നിന്നും നേരെ വീട്ടിലേക്കാണ് ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോകുന്നത്. അതിനുശേഷം വീട്ടിലെ ചെറിയ ചടങ്ങുകൾക്ക് ശേഷം പിന്നീട് എറണാകുളത്തെ ടൗൺ ഹാളിലെ എത്തിക്കും. ഏകദേശം 1 മണിയോടുകൂടി എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം എത്തിക്കും. അവിടെ 3 മണിവരെ പൊതുദർശനത്തിന് വെക്കാം എന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം പിന്നീട് ഈ മൃതദേഹം കണ്ണൂരേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് കണ്ണൂർ പാട്യത്താണ് ശ്രീനിവാസൻ ജനിച്ചത്. അദ്ദേഹത്തിന് അവിടെ ഒരുപാട് ബന്ധുക്കളും മറ്റുമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അത് സംബന്ധിച്ച് മക്കൾ 2 പേരും എത്തിയ ശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായിട്ടുള്ള വിനീതാണ്. വിനീത് എത്തി മൃതദേഹം കണ്ടു. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി അടക്കം ഇന്ന് ജില്ലയിലുണ്ട്. വീട്ടിലേക്ക്, ഒരുപക്ഷെ വീട്ടിലേക്കോ ടൗൺ ഹാളിലേക്കോ മുഖ്യമന്ത്രി എത്തി അന്തിമോപചാരം അർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലിപ്പോൾ ഇവിടെ വലിയ തിരക്കുണ്ട്, വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ മരണ വാർത്ത അറിഞ്ഞ് ഈ തൃപ്പൂണിത്തുറയിലെ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തൃപ്പൂണിത്തുറക്കാർക്ക്, ഉദയംപേരൂരുകാർക്ക് അവരുടെ നാട്ടുകാരൻ കൂടിയാണ് ശ്രീനിവാസൻ. ഉദയംപേരൂരിലെ ഒരുപാട് ജനകീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ശ്രീനിവാസൻ ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഈ ജൈവ പച്ചക്കൃഷി ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയതും അത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലേക്ക് കൊണ്ടുവന്നതൊക്കെ ശ്രീനിവാസന്റെ ഇടപെടലാണ്. അങ്ങനെയാണ് അദ്ദേഹം ഒരു നാട്ടിൻപുറത്തേക്ക് വന്ന് ഈ നാട്ടിൻപുറത്തെ പാടവും മറ്റുമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവിടെ കൃഷിയും മറ്റുമൊക്കെ ചെയ്ത് ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനായി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ അദ്ദേഹത്തിന് നേരത്തെ കൊച്ചിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം മാറി ഒരു നാട്ടിൻപുറത്തിൻ്റെ ഇടത്തേക്ക് അദ്ദേഹം വന്ന് സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് അവിടെ കൃഷിയും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു ജീവിതമാണ് ശ്രീനിവാസൻ്റേത്. മക്കളുമൊക്കെ എപ്പോഴും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനൊപ്പമാണ് താമസിക്കാറ്. 2 പേർ അങ്ങനെയാണ്. ഭാര്യയാണ് എപ്പോഴും കൂടെ ഉണ്ടാവുന്നത്. സാധാരണഗതിയിൽ ഇന്നും രാവിലെ ഡയാലിസിസിന് പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഡയാലിസിസിനായിട്ട് അമൃത ആശുപത്രിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പെട്ടെന്നാണ് ഈ ശ്വാസമുട്ടൽ അതികലശലാകുന്നത്. അങ്ങനെയാണ് ഈ തൃപ്പൂണിത്തുറയിലെ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയ തീരെ വയ്യാത്ത ഒരു സാഹചര്യമായിരുന്നു. ഉടൻ തന്നെ ഡോക്ടർമാർ പരിശോധിച്ചുവെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ പ്രവർത്തകരുമൊക്കെ എത്തി. ഇനിയിപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ ഇനി നമ്മോടൊപ്പം ഇല്ല എന്ന ഒരു കാര്യം, അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിൽ ദിവസത്തിൽ 1 നേരമെങ്കിലും ശ്രീനിവാസൻ വന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ